വസ്ത്രങ്ങൾ, 500 രൂപയുടെ നോട്ട്, അതെല്ലാം കാണുന്നുണ്ട്. പറയൂ, എന്താണ് അവിടെ നടക്കുന്നത്? ഇത് സ്കൂളിൻ്റെ വെള്ളറമല സ്കൂളിൽ നിന്നും ഏതാണ്ട് ഒരു 500 മീറ്റർ മുകളിലോട്ട് മാറിയ ഒരു സ്ഥലമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ സന്നദ്ധ സംഘടനകൾ ആൾക്കാരെല്ലാം കൂടി ഇത് പ്രവർത്തനം നടത്തുമ്പോൾ ഇതൊരു തുണിക്കടയാണ് എന്ന ഒരു സൂചനയാണ് നൽകുന്നത്. കാരണം പുതുപുത്തൻ വസ്ത്രങ്ങളാണ്. സാധാരണ ഇവരിപ്പോൾ കിളച്ചെടുക്കുമ്പോഴും അവിടെ കിട്ടുന്നത് തുണികളാണ്. ഒന്നാന്തര പട്ടു സാരികൾ ഉൾപ്പെടെയുള്ള തുണികൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മാത്രമല്ല അതിൻ്റെ പറ്റ് ബുക്ക്, അതിലേക്ക് പണമടച്ചതിൻ്റെ ചെക്കിൻ്റെ റെസീറ്റുകൾ, അതോടൊപ്പം ഇപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ പറഞ്ഞതുപോലെ 500 രൂപയുടെ നോട്ട്. ഇത്തരത്തിലൊരാൾ തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വല്ലാത്ത കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പോലുള്ള സാരികളോ അല്ലെങ്കിൽ ഉടുപ്പുകളുടെയോ ഇതല്ല. ഈ മടക്ക് ചുളിയാത്തതും അതിൻ്റെ സ്റ്റിക്കർ പോലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊന്നും ഒരിക്കലും ഒരു പട്ടു സാരിക്ക് സമാനമായ സാരികളാണ് ഇപ്പോൾ ഇവിടെ നിന്നെല്ലാം തന്നെ എടുക്കുന്നത്. ഇത് സ്വാഭാവികമായും തുണിക്കടയാണെന്നുള്ളതിന്റെ എല്ലാ തരത്തിലുള്ള സൂചനയും. നിങ്ങൾക്കിപ്പം ഈ എവിടുന്നാണ് ഈ പണം കിട്ടിയിരിക്കുന്നത്? 500 രൂപ പണം ഇവിടുന്നാണ് കിട്ടിയത് അല്ലേ? ഇവിടുന്ന് കിട്ടിയ നമുക്ക് 500 രൂപയുടെ നോട്ട് കിട്ടിയത്. ഇതിപ്പോ ശരിക്കും നിങ്ങൾ ഇതൊരു കടയാണെന്നാണ് തോന്നുന്നത്? അതെ, കടയാണ്. റൂമിൽ നോക്കുമ്പോൾ ഫുള്ള് ഡ്രസ്സ്, പുതിയ ഡ്രസ്സുകളാണ് കാണപ്പെട്ടത്. ഈ അലമാരയും ഷെൽഫൊക്കെ നോക്കി അവിടെയൊക്കെ ഫുള്ള് പുതിയ ഡ്രസ്സുകളാണ് കാണപ്പെട്ടത്. പിന്നെ ഒരു വലിയ പറ്റ് ബുക്ക് കാണുന്നുണ്ട്. ഈ മാസാമാസം ഇൻസ്റ്റാൾമെന്റ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പറ്റ് ബുക്കാണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാൾമെന്റ് ബുക്ക്. ജീവന്റെ തുടിപ്പുകളാണ് നമ്മൾ നേരത്തെ അന്വേഷിച്ചെങ്കിൽ ഇവിടെ ജീവിതത്തിന്റെ തുടിപ്പുകളാണ്. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്നതിൻ്റെ മുഴുവൻ സൂചനകൾ നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നു. ഇത്തരത്തിൽ ഈ ഓരോ പിക്കാസ് കൊണ്ട് ഇങ്ങനെ കളച്ചെടുക്കുമ്പോഴും അവിടെ കിട്ടുന്നത് സാരികൾ, ചുരിദാറിൻ്റെയും മറ്റും തുണിത്തരങ്ങൾ, അങ്ങനെയുള്ള ഇപ്പോൾ നോക്കുക, അട്ടി വെച്ച് മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണ് ഇങ്ങനെ വീണ്ടും അവർ എടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരുപക്ഷെ ഇതിലും കൂടുതൽ സാധനങ്ങൾ കാണാം. അതാ വലിച്ചെടുക്കാൻ പാകത്തിലൊക്കെ കാണുന്നത് എല്ലാം പുതുപുത്തൻ സാരി. നിങ്ങൾ ശരിക്കും എവിടെ നിന്ന് വരുന്നവരാണ്? നമ്മുടെ സ്വാതന്ത്ര്യം കണ്ണൂരിൽ നിന്ന് വരുവാണ്. കണ്ണൂർ എവിടെ നിന്ന്? കണ്ണൂർ ഇരിട്ടി ഭാഗം. ഞാനൊരു കണ്ണൂരുകാരനാണ്. മയ്യിലാണ് എൻ്റെ വീട്. നമ്മൾ മട്ടന്നൂരാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സന്നദ്ധ സംഘടനകൾ എവിടെ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നും കൂടി നമ്മൾക്ക് ഇവിടെ നിന്നും മനസ്സിലാകുന്നുണ്ട്. അവർ ആരും പറഞ്ഞിട്ട് വന്നതോ ഒന്നുമല്ല. അവർ ആയുധങ്ങളുമൊക്കെയായി വരുന്നു, അവർ പരിശോധന നടത്തുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്, പെരുമ്പാവൂരിൽ നിന്നും 3 പേർ വന്നു. അവരുടെ കയ്യിൽ സംഭാവനയായി കിട്ടിയ 1.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു 20 പേർക്ക് വീട് വെച്ച് കൊടുക്കാം, ഇന്ന് തന്നെ അതിലൊരു തീരുമാനമാക്കിയിട്ട് പോകാം എന്ന രീതിയിലാണ്. അത്രമാത്രം ഊർജിതമായി ജാഗ്രതയോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ 80 മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഈ പരിസരം. ഇവിടെ നിന്നാണ് പുലർച്ചയ്ക്ക് ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു അന്ന് ഏതാണ്ട് 60-ലധികം ആൾക്കാർ ഉണ്ടായിരുന്നത്. അവരെ അതിന് ഓപ്പോസിറ്റ് കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ ഒരു വടം കെട്ടി രാവിലെ 5:30 അവരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒട്ടേറെ കഥകൾ, ചരിത്രങ്ങൾ, വസ്തുതകളെല്ലാം തന്നെ അടിഞ്ഞു കിടക്കുന്ന ഒരു മണ്ണാണ് ഇത്. ഇവിടെ നിന്നും നമ്മൾ ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ സാധാരണ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടെത്തലല്ല ഇത്. ഒരു തുണിക്കട, അതിനകത്ത് പുതുപുത്തൻ വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സാരികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ണ് നീക്കുമ്പോൾ കിട്ടുന്നു. ഏതോ ഒരു മനുഷ്യൻ, അത് ആരാണെന്ന് ഇപ്പോൾ നമുക്ക് ചില റെസിപ്റ്റുകളും സാധനങ്ങളും ഉണ്ട്, പക്ഷേ അവരുടെ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഇതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി, വേദനിപ്പിക്കുന്ന കാഴ്ചയായിപ്പോയി ഇപ്പോൾ ഈ വെള്ളാർമലയിൽ നിന്നും നമുക്ക് കാണിക്കാനുള്ളത്.